morning, students. Today we discuss the comparison between petrol engine and diesel engine. Okay. First is petrol is used as fuel in petrol engine. Petrol is used as fuel. In diesel engine, diesel is used as fuel. Diesel is used as fuel. Okay. Second one. Compression ratio is less. Compression ratio is less. For diesel engine, compression ratio is high. Compression ratio is high. നമുക്കറിയാം പെട്രോൾ എഞ്ചിന് ഇവിടെ സ്പാർക്ക് ഇഗ്നിഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡീസൽ എഞ്ചിന് കംപ്രഷൻ ഇഗ്നിഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കംപ്രഷൻ റേഷ്യോ ഈസ് ഹൈ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഡീസൽ എഞ്ചിനാണ് കംപ്രഷൻ ഇഗ്നിഷൻ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ കംപ്രഷൻ റേഷ്യോ ഈസ് ഹൈ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ഓക്കെ, ഇവിടെ തേർഡ് വൺ, പെട്രോൾ എഞ്ചിനിൽ പെട്രോൾ എയർ mixer is compressed. Petrol air mixer is compressed. Petrol air mixer is compressed. In this engine, only air is compressed. Only air is compressed. ഡീസൽ എഞ്ചിന് എയർ മാത്രമാണ് കംപ്രസ് ചെയ്യുന്നതെങ്കിൽ പെട്രോൾ എഞ്ചിന് പെട്രോളും എയറുടെയും ചേർന്ന മിശ്രിതമാണ് കംപ്രസ് ചെയ്യുന്നത്. ഓക്കെ, വർക്ക്സ് ഓൺ ഓട്ടോ സൈക്കിളിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഓട്ടോ സൈക്കിൾ എന്ന് പറഞ്ഞ സൈക്കിളാണ് പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. അതേസമയം ഡീസൽ സൈക്കിളാണ് നമ്മൾ ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഡീസൽ സൈക്കിളാണ് ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, സ്പാർക്ക് പ്ലഗ് ഈസ് യൂസ്ഡ്. പെട്രോൾ എഞ്ചിന് സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കുന്നു. സ്പാർക്ക് പ്ലഗ് ഈസ് യൂസ്ഡ്. ഇവിടെ എന്താണ്, അവിടെ സ്പാർക്ക് പ്ലഗിന് പകരം ഫ്യൂൽ ഇഞ്ചക്ടർ ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഡീസൽ എഞ്ചിന് സ്പാർക്ക് പ്ലഗ് ഈസ് യൂസ്ഡ്. ഇവിടെ ഫ്യൂൽ ഇഞ്ചക്ടർ ഈസ് യൂസ്ഡ്. ഡീസൽ എഞ്ചിന് സ്പാർക്ക് പ്ലഗ് അല്ല, പകരം ഫ്യൂൽ ഇഞ്ചക്ടർ ആണ്. പെട്രോൾ എഞ്ചിന് സ്പാർക്ക് പ്ലഗ് ആണ്. അപ്പോൾ സ്പാർക്ക് പ്ലഗ് ഈസ് യൂസ്ഡ്. ഹിയർ fuel injector is used. Okay, then light vehicle used in light vehicles. പെട്രോൾ എഞ്ചിന് കൂടുതൽ ഉപയോഗിക്കുന്നത് ലൈറ്റ് വെഹിക്കിൾ ആണ് പെട്രോൾ എഞ്ചിൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹെവി വെഹിക്കിൾസ്, ഡീസൽ എഞ്ചിൻ യൂസ്ഡ് ഫോർ ഹെവി വെഹിക്കിൾസിലാണ് ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്നത്. ലോറി, ബസ് പോലുള്ള വലിയ വാഹനങ്ങളിലാണ് ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്നത്. അതേസമയം കാറിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വലിയ വെഹിക്കിളാണ്, ഹെവി വെഹിക്കിളാണ് ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്നത്. ലൈറ്റ് വെഹിക്കിളാണ് എന്ത് ഉപയോഗിക്കുന്നത്, പെട്രോള് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഹൈ സ്പീഡ് എഞ്ചിൻ പെട്രോൾ എഞ്ചിൻ ഹൈ സ്പീഡ് എഞ്ചിനാണ്. ഡീസൽ എഞ്ചിൻ അപ്പോ എന്ത് സ്പീഡ് എഞ്ചിനാണ്, ലോ സ്പീഡ് എഞ്ചിനാണ്. ഡീസൽ എഞ്ചിൻ ലോ സ്പീഡ് എഞ്ചിനാണ്.
നെക്സ്റ്റ് എഫിഷ്യൻസി ഈസ് ലോ. എഫിഷ്യൻസി ഈസ് ലോ. എഫിഷ്യൻസി കുറവാണ്. ഇതിന് പെട്രോൾ എഞ്ചിൻ എഫിഷ്യൻസി ഈസ് ലോ. എഫിഷ്യൻസി കുറവാണ്. ഇവിടെ എഫിഷ്യൻസി ഈസ് ഹൈ. എഫിഷ്യൻസി ഈസ് ഹൈ. ഡീസൽ എഞ്ചിന് എഫിഷ്യൻസി കൂടുതലാണ്. ഡീസൽ എഞ്ചിന് എഫിഷ്യൻസി കൂടുതലാണ്. പെട്രോൾ എഞ്ചിന് എഫിഷ്യൻസി കുറവാണ്. നമുക്കറിയാം കൂടുതലും ഡീസൽ എഞ്ചിനുകളാണ് നല്ല മൈലേജ് വെഹിക്കിൾ. മൈലേജ് കൂടുതൽ കിട്ടുന്നത് ഡീസൽ എഞ്ചിനായിരിക്കും. ഓക്കെ, എഫിഷ്യൻസി ഈസ് ലോ, എഫിഷ്യൻസി ഈസ് ഹൈ. നെക്സ്റ്റ്, ഇനീഷ്യൽ കോസ്റ്റ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ഈസ് ലെസ്. പെട്രോൾ എഞ്ചിൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ വാഹനങ്ങൾക്കുള്ള വില കുറവാണ്. അതുപോലെ അത് മെയിൻ്റനൻസ് അതിന് കംപ്ലൈൻറ്റുകളൊക്കെ വരുമ്പോൾ റിപ്പയർ ചെയ്യുന്നുള്ള കോസ്റ്റും എന്താണ്, ലോ ആണ് പെട്രോൾ എഞ്ചിന്. ഇനീഷ്യൽ കോസ്റ്റ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ഈസ് ലോ. അതേസമയം ഡീസൽ എഞ്ചിനോ ഇനീഷ്യൽ കോസ്റ്റ് ഈസ് ഹൈ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ഈസ് ഹൈ. ഇനീഷ്യൽ cost and maintenance cost is more within a diesel engine. Okay, these are the differences between petrol engine and diesel engine. It is very simple. Okay. Comparison between four-stroke engine and two-stroke engine. Comparison between four-stroke engine and two-stroke engine. First one, cycle is completed in four strokes of the piston. ഒരു സൈക്കിൾ പൂർത്തീകരിക്കാൻ എത്ര വേണം? Cycle is completed four strokes of the piston. Here, cycle is completed two stroke of the piston. ഇവിടെ four stroke cycle is completed four strokes of the piston. In two stroke engine, cycle is completed two strokes of the piston. Second one, cycle is completed two revolution of the crankshaft. Cycle is completed two revolution of the crankshaft. Crankshaftന്റെ രണ്ട് revolution ആണ് ഒരു സൈക്കിൾ പൂർത്തീകരിക്കുന്നത്. Two stroke engine cycle is completed one revolution of the crankshaft. Crankshaft ഒരു കറക്കം കറങ്ങുമ്പോൾ ഒരു സൈക്കിൾ പൂർത്തീകരിക്കും. Okay. Third one. Torque is not uniform. Torque is not uniform. എന്താണ് ടോർക്ക് ഈസ് നോട്ട് യൂണിഫോം എന്ന് പറഞ്ഞാൽ? എൻജിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ 4 സ്ട്രോക്കിൽ ഒരു പവർ സ്ട്രോക്ക് മാത്രമേ ഉള്ളൂ. ഫോർ സ്ട്രോക്ക് എഞ്ചിൽ ഒരു പവർ സ്ട്രോക്ക്, 4 സ്ട്രോക്ക് വരുമ്പോൾ ഒരു പവർ സ്ട്രോക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രോക്ക് സമയത്ത് മാക്സിമം ടോർക്ക് കൊടുക്കും, അല്ലാത്ത സമയത്ത് ടോർക്ക് കുറവായിരിക്കും. അതാണ് ടോർക്ക് ഈസ് നോട്ട് യൂണിഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 റെവല്യൂഷനിൽ ഒരു റെവല്യൂഷൻ നല്ല ടോർക്കിലും ഒരു റെവല്യൂഷനിൽ ടോർക്ക് കുറവായിരിക്കും. ഇവിടെ torque is more uniform. അതായത് കൂടുതലും യൂണിഫോം ആണ്. അതായത് ഒരു റെവല്യൂഷൻ തന്നെ ഹാഫ് സർക്കിള് പവർ സ്ട്രോക്ക് ആണ്, ഹാഫ് സർക്കിള് പവർ ഇല്ലാത്ത സ്ട്രോക്ക് ആണ്. ഏതില്? 2 സ്ട്രോക്ക് എഞ്ചിനില്ല. അപ്പോൾ അതിൽ തന്നെ പൂർണ്ണമായ യൂണിഫോം എന്നോടാ ഈസ് മോർ യൂണിഫോം. ടോർക്ക് ഈസ് മോർ യൂണിഫോം. ഓക്കെ, ഇവിടെ പെട്രോൾ എഞ്ചിന് ഹെവി ഫ്ലൈ വീൽ നമുക്കറിയാം. ടോർക്ക് യൂണിഫോം ആക്കണമെങ്കിൽ എന്ത് വേണം? ഫ്ലൈ വീല്
ഹെവി വേണം. ഇത് ആ ഒറ്റ പവർ സ്ട്രോക്കിന്റെ പവർ ഉപയോഗിച്ചുള്ള കറക്കം, ആ കറക്കം അങ്ങനെ ഫ്ലൈ വീൽ ഹെവി ആയിരുന്നാൽ ആ കറക്കം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഫുൾ ടൈം ഒരേപോലെ ടോർക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ ടോർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കാനാണ് നമ്മൾ ഇവിടെ ഹെവി ഫ്ലൈ വീൽ ഉപയോഗിക്കുന്നു. ഇതില് 4 സ്ട്രോക്ക് എഞ്ചിനിൽ ഹെവി ഫ്ലൈ വീൽ ഉപയോഗിക്കുന്നു. അതേസമയം 2 സ്ട്രോക്ക് എഞ്ചിനിൽ ലൈറ്റ് ഫ്ലൈ വീൽ ഉപയോഗിക്കുന്നു. ലൈറ്റ് ഫ്ലൈ വീൽ ഉപയോഗിക്കുന്നു. ഹെവി ഫ്ലൈ വീൽ, ലൈറ്റ് ഫ്ലൈ വീൽ. ഓക്കെ, then power output is less. Power output is, പെട്രോൾ എഞ്ചിന് പവർ ഔട്ട്പുട്ട് കുറവാണ്. പവർ ഔട്ട്പുട്ട് ഈസ് ലെസ്. പവർ ഔട്ട്പുട്ട് ഈസ്, പവർ കുറവാണ്. നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ലോറി, ബസ് പോലുള്ള പവർ കൂടിയ വാഹനങ്ങൾ ഓടിക്കാൻ ഏത് പോരാ? 4 സ്ട്രോക്ക് പോരാ. അതാണ് പവർ ഔട്ട്പുട്ട് ഈസ് ലെസ്. അതേസമയം പവർ ഔട്ട്പുട്ട് ഈസ് മോർ. 2 സ്ട്രോക്കിന് പവർ ഔട്ട്പുട്ട് Fifth one, power output is less. In the case of 4 stroke engine, the power output is less. But in the case of 2 stroke engine, the power output is more. Power output is more. Okay. Next, the sixth one. Low temperature, high temperature. 4 stroke low temperature and low temperature. 2 stroke high temperature. 4 stroke low temperature. 2 stroke high temperature. 4 stroke thermal efficiency is high. Thermal efficiency is high. 2 stroke thermal efficiency is low. Thermal efficiency കൂടുതലാണ് 4 സ്ട്രോക്ക് എഞ്ചില്. 2 സ്ട്രോക്ക് എഞ്ചില് തെർമൽ എഫിഷ്യൻസി കുറവാണ്. പിന്നെ 4 സ്ട്രോക്ക് എഞ്ചില് എഞ്ചിൻ ഈസ് ഹെവി. 4 സ്ട്രോക്ക് എഞ്ചിൻ ഹെവി ആണ്. 2 സ്ട്രോക്ക് എഞ്ചിൻ ഇറ്റ് ഈസ് ലൈറ്റ്. എഞ്ചിൻ ഈസ് ലൈറ്റ്. ഇവിടെ സ്ട്രേറ്റ് പിസ്റ്റൺ ഈസ് യൂസ്ഡ്. 4 സ്ട്രോക്ക് എഞ്ചിനിലെ സ്ട്രേറ്റ് പിസ്റ്റൺ ഈസ് യൂസ്ഡ്. സ്ട്രേറ്റ് പിസ്റ്റൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് 4 സ്ട്രോക്ക് എഞ്ചിന്. 2 സ്ട്രോക്ക് എഞ്ചിൻ ഏതാ ഉപയോഗിക്കുന്നത്? ഡിഫ്ലക്ടർ പിസ്റ്റൺ ഈസ് യൂസ്ഡ്. ഡിഫ്ലക്ടർ പിസ്റ്റൺ ഈസ് യൂസ്ഡ്. ഇനിഷ്യൽ കോസ്റ്റ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ഈസ് മോർ. 4 സ്ട്രോക്കിന്റെ ഇനിഷ്യൽ കോസ്റ്റും മെയിൻ്റനൻസ് കോസ്റ്റും കൂടുതലാണ്. Initial cost and maintenance cost is more in the case of 4 stroke engine. But in the case of 2 stroke engine, initial cost and maintenance cost is less. 2 stroke engine ആണെങ്കിൽ അത് initial costum maintenance costum കുറവാണ്. Okay, these are the comparison between 2 stroke engine and 4 stroke engine.